Swung away, short side. He goes mid-wicket. With being under pressure, dragged down, it will be with being under pressure. And if you've got any dragged down, it will be with being under pressure. And if you've got anything about you in the back. 2020 ലോകകപ്പിലെ കന്നി അംഗത്തിനെത്തിയ ഇറ്റലിയുടെ ചില സിക്സറുകളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ ലോകകപ്പിലെ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ പട്ടികയിൽ 4-ാമതാണ് ഈ കുഞ്ഞന്മാർ. കന്നി ലോകകപ്പിൽ 4 മത്സരങ്ങളിൽ നിന്നായി 34 സിക്സറുകളാണ് ഇറ്റലി അടിച്ചുകൂട്ടിയത്. 20 രാജ്യങ്ങൾ പങ്കെടുത്തതിൽ ഓസ്ട്രേലിയ, ദക്ഷിണാഫ്രിക്ക അടക്കമുള്ള വമ്പന്മാരെ പിന്നിലാക്കിയാണ് ഇറ്റലി 4-ാമതെത്തിയത്. 40 സിക്സറുമായി ഇന്ത്യയും 36 സിക്സറുകളുമായി വെസ്റ്റ് ഇൻഡീസും ഇംഗ്ലണ്ടുമാണ് 2ഉം 3ഉം സ്ഥാനത്തുള്ളത്. അസോസിയേറ്റ് രാജ്യങ്ങൾ നിറം മങ്ങുമെന്ന് കരുതിയിടത്താണ് ഈ മിന്നും പ്രകടനം. ലോക ചാപ്റ്റർ 2026 തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. T20 ലോകകപ്പിലെ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഓസ്ട്രേലിയ ഇന്ന് ഒമാനെ നേരിടും. രാത്രി 7-ന് പല്ലക്കലയിലാണ് മത്സരം. അപ്രസക്തമായ മത്സരത്തിൽ ആശ്വാസ ജയം തേടിയാണ് ഓസീസ് ഇറങ്ങുക. സിംബാബ്വേയോടും ശ്രീലങ്കയോടും പരാജയപ്പെട്ടതോടെ ഓസീസ് സൂപ്പർ 8 കാണാതെ പുറത്തായിരുന്നു. T20 ലോകകപ്പിൽ സൂപ്പർ 8 മത്സരങ്ങൾക്ക് നാളെ തുടക്കമാകും. 2 ഗ്രൂപ്പുകളിലായി ഓരോ ടീമിനും 3 മത്സരങ്ങളാണ് കളിക്കേണ്ടത്. ഇന്ത്യക്ക് മറ്റന്നാൾ ദക്ഷിണാഫ്രിക്കയാണ് ആദ്യ മത്സരത്തിലെ എതിരാളികൾ. ടീമുകൾ കൊമ്പുകൊടുത്ത ലോകകപ്പ് അവസാന 8ലേക്ക് കരുത്തരും പുന്നന്മാരുമെന്ന് വേർതിരിച്ചിരുന്ന ക്രിക്കറ്റിനെ ആവേശക്കൊടുമുടിയിൽ എത്തിച്ചാണ് ഗ്രൂപ്പ് ഘട്ടം അവസാനിച്ചത്. അസോസിയേറ്റ് രാജ്യങ്ങളെല്ലാം കാഴ്ചവെച്ചത് മിന്നും പ്രകടനം. മുൻ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയ ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്തായതാണ് ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചത്. നേപ്പാളും ഇറ്റലിയും കാനഡയും നെതർലൻഡ്സും അയർലൻഡുമെല്ലാം വമ്പന്മാരെ വിറപ്പിച്ചാണ് ഇന്ത്യ വിടുന്നത്. ഇനി ചെറിയ കളികളില്ല, ഓരോ ജയവും എണ്ണപ്പെടും. ഗ്രൂപ്പ് 1-ൽ ഇന്ത്യക്ക് ദക്ഷിണാഫ്രിക്ക, വെസ്റ്റ് ഇൻഡീസ്, സിംബാബ്വെ ടീമുകളെയാണ് സൂപ്പർ 8-ൽ നേരിടേണ്ടത്. ഗ്രൂപ്പ് 2-ൽ മുൻ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ട്, പാകിസ്ഥാൻ, ശ്രീലങ്ക എന്നിവർക്കൊപ്പം കരുത്തരായ ന്യൂസിലൻഡും കൊമ്പുകോർക്കും. ശനിയാഴ്ച ന്യൂസിലൻഡും പാകിസ്ഥാനും തമ്മിലാണ് സൂപ്പർ 8-ലെ ആദ്യ പോരാട്ടം. ഇന്ത്യ ആദ്യ മത്സരത്തിൽ ഞായറാഴ്ച ദക്ഷിണാഫ്രിക്കയെ നേരിടും. കഴിഞ്ഞ ഫൈനലിലേറ്റ തോൽവിക്ക് മറുപടി നൽകാനാണ് ദക്ഷിണാഫ്രിക്ക ഇറങ്ങുന്നത്. ആതിഥേയരായ ശ്രീലങ്കയ്ക്ക് ഇംഗ്ലണ്ടാണ് ആദ്യ മത്സരത്തിൽ എതിരാളികൾ. സിംബാബ്വെ ആദ്യ മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെ നേരിടും. സൂപ്പർ 8 ഘട്ടത്തിൽ കൂടുതൽ പോയിന്റ് ലഭിക്കുന്ന 4 ടീമുകൾ സെമിയിലേക്ക് മുന്നേറും. മാർച്ച് 4, 5 തീയതികളിൽ സെമി ഫൈനൽ പോരാട്ടവും മാർച്ച് 8-ന് ഫൈനലും നടക്കും. ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഒരു ടീമും 3 കിരീടം സ്വന്തമാക്കിയിട്ടില്ല. ആതിഥേയർ കിരീടം നേടിയ ചരിത്രവും T20 ലോകകപ്പിനില്ല. ഒപ്പം കിരീട നേട്ടം നിലനിർത്തുന്ന ആദ്യ സംഘമെന്ന നേട്ടവും സ്വപ്നം കാണുന്ന ഇന്ത്യ ജൈത്രയാത്ര നടത്തിയാണ് സൂപ്പർ 8-ന് ഒരുങ്ങുന്നത്. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം. ഓൾറൗണ്ടർ പ്രകടനവുമായി ഇന്ത്യൻ ടീമിന്റെ വിശ്വസ്തനാവുകയാണ് ശിവം ദുബെ. ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും മാത്രമല്ല ഫീൽഡിലും മിന്നും പ്രകടനമാണ് ദുബെയെ പുറത്തെടുക്കുന്നത്. ഹാർദിക് പാണ്ഡ്യയുടെ അഭാവത്തിൽ മാത്രം ഇന്ത്യൻ ടീമിൽ ഇടം നേടിയിരുന്ന ആഭ്യന്തര ക്രിക്കറ്റിൽ മുംബൈ നിരയിൽ ബെഞ്ചിലാക്കപ്പെട്ട ഷോർട്ട് ബോളുകൾക്കെതിരെ നിരന്തരം പരാജയപ്പെട്ടിരുന്ന ഒരാൾ. 2024 മുൻപ് ഒരുപക്ഷെ ശിവം ദുബെ അറിയപ്പെട്ടിരുന്നത് ഇങ്ങനെയൊക്കെയായിരിക്കാം. എന്നാൽ ഇന്ന് ഇന്ത്യക്ക് വിശ്വസിക്കാവുന്ന ഓൾറൗണ്ടർമാരുടെ പട്ടികയിലേക്ക് ശിവം ദുബെയുടെ പേരും എഴുതി ചേർത്ത് കഴിഞ്ഞു. 2024 റിങ്കു സിംഗിന്റെ അവസരം തട്ടിയെടുത്തുവെന്ന ചീത്തപ്പേരോടെയാണ് ദുബെ ലോകകപ്പ് ടീമിന്റെ ഭാഗമായത്. ഇന്ന് 2026 4 കളിയും ജയിച്ച് ഇന്ത്യ സൂപ്പർ 8-ൽ എത്തി നിൽക്കുമ്പോൾ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ദുബെ നിറഞ്ഞാടുകയാണ്.
ചെന്നൈ സൂപ്പർ കിങ്സിൽ സിക്സർ സ്വാമി എന്നൊരു വിളിപ്പേരുണ്ട് ദുബൈക്ക്. അത് വെറുമൊരു വിളിപ്പേരല്ലെന്ന് തെളിയിക്കുന്ന പടുകൂറ്റൻ സിക്സറുകൾക്കാണ് ലോകകപ്പ് വേദി സാക്ഷ്യം വഹിക്കുന്നത്. നെതർലൻഡ്സിനെതിരെ പായിച്ചത് 6 സിക്സുകൾ. ലോകകപ്പിൽ ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും അധികം സിക്സ് നേടുന്ന മൂന്നാമത്തെ ഇന്ത്യൻ താരം. ബോളുകൊണ്ടും ദുബൈയെ പുറത്തെടുക്കുന്നത് മികച്ച പ്രകടനം. ഫീൽഡിൽ സുരക്ഷിതമായ കൈകൾ. ഷോർട്ട് ബോളിനെയും ഫാസ്റ്റ് ബോളിങ്ങിനെയും നേരിടുന്നതിലെ പിഴവ് പരിഹരിച്ചതോടെ ഏത് ടീമും പേടിക്കുന്ന പവർ ഹിറ്ററായി മാറി ദുബൈ. ഇന്ത്യയ്ക്കായി പരാജയമറിയാതെ 35 മത്സരങ്ങളിൽ ഇറങ്ങിയെന്ന റെക്കോർഡും ദുബൈക്കുണ്ട്. 2020 ലോകകപ്പിൽ തുടർച്ചയായ 12ാം ജയവും 2020യിൽ തുടർച്ചയായ 17ാം ജയവുമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. ദുബൈയുടെ അൺബീറ്റൻ റെക്കോർഡ് ആവർത്തിച്ചാൽ ഇന്ത്യ കിരീടം നിലനിർത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം. അഫ്ഗാനിസ്ഥാന്റെ ക്രിക്കറ്റ് ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ബാറ്റിംഗ് വിസ്മയമായി മാറുകയാണ് ഇബ്രാഹിം സദ്രൻ. പ്രതിഭയും ഏകാഗ്രതയും ഒത്തുചേർന്ന യുവതാരം അഫ്ഗാൻ ക്രിക്കറ്റിലെ പ്രധാന ബാറ്റിംഗ് റെക്കോർഡുകളെല്ലാം തന്റെ പേരിൽ കുറിച്ചിരിക്കുകയാണ്. ICCയുടെ 3 സുപ്രധാന ടൂർണമെന്റുകളിലും അഫ്ഗാനിസ്ഥാനായി ഏറ്റവും ഉയർന്ന റൺസ് നേടിയ താരമാരെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ: ഇബ്രാഹിം സദ്രാൻ. ഏകദിന ലോകകപ്പിനും ചാമ്പ്യൻസ് ട്രോഫിക്കും പിന്നാലെ 2020 ലോകകപ്പിലും വെടിക്കെട്ടാണ് താരം പുറത്തെടുത്തത്. ഏകദിന ലോകകപ്പിന്റെ ചരിത്രത്തിൽ അഫ്ഗാനിസ്ഥാന്റെ ഖന്നി സെഞ്ചുറി, അതും ഓസ്ട്രേലിയക്കെതിരെ. 2023 ലോകകപ്പിൽ മൈറ്റി ഓസീസിന്റെ ബൗളർമാരെ നാനാഭാഗത്തേക്ക് പറത്തി ഇബ്രാഹിം സദ്രാൻ. മത്സരത്തിൽ പുറത്താകാതെ 129 റൺസാണ് താരം അടിച്ചെടുത്തത്. ലോകകപ്പിൽ ഒരു അഫ്ഗാൻ താരത്തിന്റെ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന റെക്കോർഡും സ്വന്തം പേരിലാക്കി സദ്രാൻ. ലോകകപ്പിന് പിന്നാലെ ചാമ്പ്യൻസ് ട്രോഫിയിലും ഇബ്രാഹിമിന്റെ വെടിക്കെട്ട്. ഇംഗ്ലണ്ടിനെതിരെ 106 പന്തിൽ 100-ലെത്തിയ താരം പുറത്താകാതെ 177 റൺസാണ് നേടിയത്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഒരു അഫ്ഗാൻ താരത്തിന്റെ ഉയർന്ന സ്കോർ. ഇപ്പോഴിതാ കുട്ടി ക്രിക്കറ്റിന്റെ വിശ്വവേദിയിലും മിന്നും പ്രകടനവുമായി ഇബ്രാഹിം ആധിപത്യം തുടരുകയാണ്. 2020 ലോകകപ്പിന്റെ 10ാം പതിപ്പിൽ അഫ്ഗാൻ തല ഉയർത്തി മടങ്ങുമ്പോൾ അവസാന മത്സരത്തിൽ റെക്കോർഡും സ്വന്തം പേരിലാക്കിയാണ് ഇബ്രാഹിം അഫ്ഗാനിലേക്ക് വണ്ടി കയറുന്നത്. കാനഡയ്ക്കെതിരെ പുറത്താകാതെ 95 റൺസ് നേടിയതോടെ 2020 ലോകകപ്പ് ചരിത്രത്തിൽ അഫ്ഗാനിസ്ഥാന്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ എന്ന നേട്ടമാണ് ഇബ്രാഹിം സ്വന്തമാക്കിയത്. 56 പന്തിൽ പിറന്ന വെടിക്കെട്ടിന്റെ കരുത്തിൽ 82 റൺസിന്റെ കൂറ്റൻ ജയവുമായാണ് അഫ്ഗാൻ മടങ്ങിയത്. റാഷിദ് ഖാനും മുഹമ്മദ് നബിയും ലോകത്തിന് പരിചയപ്പെടുത്തിയ അഫ്ഗാൻ ക്രിക്കറ്റിനെ തന്റെ ബാറ്റിംഗ് കരുത്തിൽ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇബ്രാഹിം സദ്രാൻ. ഓരോ മത്സരത്തിലും സ്വന്തം റെക്കോർഡുകൾ തന്നെ തിരുത്തി എഴുതുകയാണ് ഇനി അഫ്ഗാന്റെ ബാറ്റിംഗ് സെൻസേഷന്റെ ലക്ഷ്യം. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം. ലോകകപ്പിൽ ഒരു സെഞ്ചുറി ഏതൊരു ബാറ്ററുടെയും സ്വപ്നമാണ്. 2020 ലോകകപ്പിൽ അത് അപൂർവവുമാണ്. ഇത്തവണ 2020 ലോകകപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ കാണുന്നത് സെഞ്ചുറികളുടെ വേട്ടയാണ്. T20 ക്രിക്കറ്റിൽ ഒരു സെഞ്ചുറി എന്നത് ഏതൊരു ബാറ്ററുടെയും സ്വപ്നമാണ്. 120 പന്തുകൾ മാത്രം ദൈർഘ്യമുള്ള മത്സരത്തിൽ ആ വെല്ലുവിളി ഏറ്റെടുത്ത് 3 അക്കം തികയ്ക്കുക എന്നത് അത്ര എളുപ്പമല്ല. എന്നാൽ 2026 ലോകകപ്പ് സാക്ഷ്യം വഹിക്കുന്നത് സമാനതകളില്ലാത്ത ബാറ്റിംഗ് വിസ്മയമാണ്. ചരിത്രത്തിൽ ആദ്യമായി ഒരു ലോകകപ്പിൽ 3 സെഞ്ചുറികൾ. ലോകകപ്പ് ചരിത്രത്തിലെ ബാറ്റിംഗ് റെക്കോർഡുകൾ 3 യുവതാരങ്ങൾ ചേർന്ന് തിരുത്തി കുറിച്ചിരിക്കുന്നു. ഈ ലോകകപ്പിൽ സെഞ്ചുറി വേട്ടയ്ക്ക് തുടക്കമിട്ടത് ശ്രീലങ്കൻ താരം പതും നിസംഗ. കരുത്തരായ ഓസ്ട്രേലിയയുടെ ബോളിംഗ് നിരയ്ക്ക് മുകളിൽ നിസംഗ നടത്തിയത് ബാറ്റിംഗ് വെടിക്കെട്ട്. ഓസീസ് ബൗളർമാരെ മൈതാനത്തിന്റെ എല്ലാ കോണിലേക്കും പായിച്ചപ്പോൾ 52 പന്തിൽ നിസംഗ 100-ലെത്തി. നിസംഗയ്ക്ക് തൊട്ടു പിന്നാലെ അസോസിയേറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആദ്യ ലോകകപ്പ് സെഞ്ചുറിയുമായി കാനഡയുടെ യുവതാരം യുവരാജ് സംറ ക്രിക്കറ്റ് ലോകത്തെ അമ്പരപ്പിച്ചു. കരുത്തരായ ന്യൂസിലൻഡിനെതിരെ യുവരാജ് കുറിച്ചത് ലോകകപ്പിൽ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ്. 58 പന്തിൽ 100-ലെത്തിയ യുവരാജ് അടിച്ചെടുത്തത് 65 പന്തിൽ 110 റൺസ്.
നിർണായക മത്സരത്തിൽ നമീബിയക്കെതിരെ ഫർഹാൻ പാകിസ്ഥാനായി പുറത്തെടുത്തത് തകർപ്പൻ പ്രകടനം. ഓപ്പണറായി ഇറങ്ങിയ ഫർഹാൻ 58 പന്തിൽ 100 റൺസുമായി പുറത്താകാതെ നിന്നതോടെ പാകിസ്ഥാൻ സൂപ്പർ 8-ൽ കടന്നു. ഫർഹാന്റെ സെഞ്ചുറിയോടെ 2020 ലോകകപ്പിന്റെ ചരിത്രത്തിലാദ്യമായി 3 സെഞ്ചുറികൾ പിറന്ന സീസൺ എന്ന ഖ്യാതി 2026 ലോകകപ്പിന്റെ പേരിലായി. ക്രിസ് ഗെയിലും സുരേഷ് റെയ്നയും മഹേല ജയവർദ്ധനെയും വാണിരുന്ന ലോകകപ്പ് സെഞ്ചുറി പട്ടികയിലേക്കാണ് ഈ 3 യുവതാരങ്ങൾ തങ്ങളുടെ പേരും എഴുതി ചേർത്തത്. കേവലം ഭാഗ്യം കൊണ്ടല്ല, മറിച്ച് കൃത്യമായ പ്ലാനിങ്ങും തളരാത്ത പോരാട്ട വീര്യവും കൊണ്ടാണ് നേട്ടം കൈവരിച്ചത്. സൂപ്പർ 8 അടക്കമുള്ള നിർണായക പോരാട്ടങ്ങൾ ബാക്കി നിൽക്കെ സെഞ്ചുറികൾ 3-ൽ ഒതുങ്ങിയേക്കില്ല എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം. ലോക ചാപ്റ്റർ 2026 ഇനി ചില റിപ്പോർട്ടുകൾ ചുരുക്കത്തിൽ നോക്കാം. ടി20 ലോകകപ്പിൽ സൂപ്പർ 8-ൽ കടന്ന ഇന്ത്യൻ ടീമിന് മുന്നറിയിപ്പുമായി മുൻ താരം വീരേന്ദർ സെഹ്വാഗ്. ഇതുവരെ ടീം യഥാർത്ഥത്തിൽ പരീക്ഷിക്കപ്പെട്ടിട്ടില്ലെന്നും ചെറിയ പിഴവുകൾക്ക് വലിയ വിലയാകും നൽകേണ്ടി വരികയെന്നും സെഹ്വാഗ് ഓർമ്മിപ്പിച്ചു. ഇന്ത്യയുടെ ബൌളിംഗ് നിര മെച്ചപ്പെടുത്തണമെന്നും സെഹ്വാഗ് ചൂണ്ടിക്കാട്ടി. കൂറ്റൻ അടിക്കാറുള്ള ടീമുകൾക്ക് മുന്നിൽ ബൌളിംഗ് നിരയുടെ ഗതി എങ്ങനെയായിരിക്കണമെന്ന് ഇന്ത്യ ചിന്തിക്കണമെന്നും സെഹ്വാഗിന്റെ മുന്നറിയിപ്പ്. അഭിഷേക് ശർമ്മയ്ക്ക് പിന്തുണയുമായി മുൻ ഇന്ത്യൻ താരം സുനിൽ ഗവാസ്കർ. അഭിഷേക് മികച്ച താരമാണ്, എന്നാൽ മികച്ച ബാറ്റർ എന്ന നിലയിലും ഹിറ്റർ എന്ന നിലയിലും താരത്തിന് മേൽ സമ്മർദ്ദമുണ്ടെന്നും ഗവാസ്കർ പറഞ്ഞു. ആദ്യ പന്തിൽ തന്നെ സിക്സറിന് ശ്രമിക്കരുതെന്നും ഇന്നിംഗ്സിന്റെ തുടക്കത്തിൽ ഡോട്ട് ബോളുകൾ വന്നാൽ പ്രശ്നമാക്കേണ്ടെന്നും അഭിഷേകിന് ഗവാസ്കറിന്റെ ഉപദേശം. ലോകകപ്പിൽ ഇന്ത്യ സെമി കാണാതെ പുറത്താകുമെന്ന് മുൻ പാകിസ്ഥാൻ താരം മുഹമ്മദ് ആമിർ. ഇന്ത്യ അടങ്ങുന്ന ഗ്രൂപ്പിൽ നിന്ന് വെസ്റ്റ് ഇൻഡീസും ദക്ഷിണാഫ്രിക്കയുമായിരിക്കും സെമിയിലെത്തുകയെന്നും ഇന്ത്യയുടെ ബാറ്റിംഗ് നിര മോശമാണെന്നും ആമിർ പറഞ്ഞു. പാകിസ്ഥാനെതിരെ അല്ലാതെ ഇന്ത്യൻ താരങ്ങൾക്ക് തിളങ്ങാനായില്ല. പ്രോട്ടീസിന്റെയും വിൻഡീസിന്റെയും ബാറ്റിംഗ് നിര മികച്ച ഫോമിലാണെന്നും ആമിർ കൂട്ടിച്ചേർത്തു. സൂപ്പർ 8-ന് മുൻപ് അഭിഷേക് ശർമ്മ മാനസികമായി തളർന്നിരിക്കാമെന്ന് മുൻ ഇംഗ്ലണ്ട് നായകൻ നാസർ ഹുസൈൻ. തുടർച്ചയായ മത്സരങ്ങളിൽ റൺസൊന്നും എടുക്കാതെ പുറത്തായതിൽ താരം സമ്മർദ്ദത്തിലായിരിക്കും. ഇപ്പോൾ അഭിഷേകിന് ആവശ്യം മികച്ച പിന്തുണയാണെന്നും മത്സരങ്ങൾക്ക് മുൻപ് താരത്തിന്റെ പഴയ പ്രകടനങ്ങൾ കാണിക്കണമെന്നും നാസർ പറഞ്ഞു. അഭിഷേക് മികച്ച ബാറ്ററാണെന്നും അദ്ദേഹത്തിന്റെ ശൈലി തുടരണമെന്നും നാസർ കൂട്ടിച്ചേർത്തു. ഷാദാബ് ഖാന് താക്കീത് നൽകി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ്. സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണമെന്നാണ് PCBയുടെ താക്കീത്. മുൻ പാകിസ്ഥാൻ താരങ്ങളെ പരിഹസിച്ചതിൽ ഷാദാബ് ഖാനോട് ക്രിക്കറ്റ് ബോർഡ് അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. ലോകകപ്പിൽ നമീബിയക്കെതിരായ നിർണായക മത്സരത്തിന് പിന്നാലെയായിരുന്നു താരങ്ങളെ ഷാദാബ് പരിഹസിച്ചത്. അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റിന്റെ തലവര മാറ്റി എഴുതിയ ഇംഗ്ലീഷ് പരിശീലകൻ ജോണതൻ ട്രോട്ട് പടിയിറങ്ങി. അഫ്ഗാനുമായുള്ള കരാർ അവസാനിച്ചതിന് പിന്നാലെയാണ് ട്രോട്ട് പടിയിറങ്ങിയത്. 2020 ലോകകപ്പിൽ കാനഡയ്ക്കെതിരെ 82 റൺസിന്റെ ജയത്തോടെയാണ് അഫ്ഗാനോട് ട്രോട്ട് വിട പറഞ്ഞത്. പിന്നാലെ നടന്ന വാർത്താ സമ്മേളനം നിറക്കണ്ണുകളോടെയാണ് മുൻ ഇംഗ്ലീഷ് താരം നടത്തിയത്. 2022 ട്രോട്ട് പരിശീലകനായി ചുമതലയേറ്റെടുത്തതിന് പിന്നാലെ 2024 ആദ്യമായി അഫ്ഗാൻ 2020 ലോകകപ്പിൽ സെമിയിലെത്തിയിരുന്നു. Stories of things that I've seen with my own eyes, but I said I didn't want to get upset. I just remember my first trip when we were in Ireland, and so many stories of things that I've seen with my own eyes, but I said I didn't want to get upset. I just remember my first trip when we were in Ireland, and so many stories of things that I've seen with my own eyes, but ഇതോടെ ലോക ചാപ്റ്റർ 2026 ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി